നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കാലാവസ്ഥാ മാറ്റം അതിരൂക്ഷമാവുകയാണ്. അതിനിടയിൽ പ്രവാസികൾക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അധികൃതർ. രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായി നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചു. കനത്ത മഴയ്ക്ക് പുറമെ സൗദിയിലെ നഗരങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ആലിപ്പഴ വർഷവും ഉയർന്ന പൊടിയും ഉണ്ടായേക്കുമെന്നും ഇതുമൂലം ദൂരക്കാഴ്ച കുറയാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. തിങ്കളാഴ്ച വരെ, അതായത് 14-ാം തീയതി വരെ കാലാവസ്ഥയിൽ ഇത്തരത്തിൽ മാറ്റം ഉണ്ടായേക്കാൻ സാധ്യതയുള്ളതായി നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചിരിക്കുന്നത്. ഹൈൽ, ബഖ, ഗസാല, ആഷ്, ഷിനാൻ എന്നിവയടക്കം ഹായിൽ മേഖലയിലെ മിക്ക നഗരങ്ങളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. മക്ക, മദീന, കിഴക്കൻ മേഖല, വടക്കൻ മേഖല എന്നിവയാണ് മഴയ്ക്ക് സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങൾ. അൽ ഉല, യാൻബു, മഹദ്, നായരിയ, കാരിത് അൽ ഉല്യ, വാദി അൽ ഫുറ, ഹെനഗിയ, ഖൈബർ, അൽ ഐസ്, ബദർ, ഹഫർ അൽ ബത്തീൻ, വടക്കൻ അതിർത്തി പ്രവിശ്യ അറാർ, റഫ്ഹ, തായിഫ്, ജൂമും, അൽ കാമിൽ, ഖുലൈസ്, മെയ്സാൻ എന്നിവിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. തബൂക്ക്, അൽ ജൌഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, ജിദ്ദ, തുബർജൽ, റാബക് എന്നിവിടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നുണ്ട്. റിയാദ്, ഖാസിം, തബൂക്ക്, അസീർ, ജിസാൻ, അൽ ബഹ എന്നീ പ്രദേശങ്ങളിൽ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ മാറ്റം രൂക്ഷമായ സൗദിയിൽ പകർച്ചപ്പനിയും അതിവേഗം പടർന്നു പിടിക്കുകയാണ്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിരോധം എന്നോണം പൊതുസ്ഥലങ്ങളിൽ എത്തുന്ന എല്ലാവരും മാസ്ക് ധരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യ മന്ത്രാലയം. സീസണൽ ഇൻഫ്ലുവൻസ് ബാധിച്ചാൽ സങ്കീർണ രോഗങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ ന്യൂമോണിയ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, രക്തവിഷബാധ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മുഴുവൻ ആളുകളും ഇൻഫ്ലുവൻസ് വാക്സിൻ എടുക്കണമെന്നും ഇതിനാരും വിമുഖത കാണിക്കരുതെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പൊതു ഇടങ്ങളിലും ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തും മാസ്ക് ധരിക്കാനാണ് സൗദി ആരോഗ്യ മന്ത്രാലയം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. സീസണൽ ഫ്ലൂ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ എടുക്കുന്നതിന് രാജ്യത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിക്ക ക്ലിനിക്കുകളിലും ആശുപത്രികളിലും ഇപ്പോൾ പകർച്ചപ്പനി ബാധിതരുടെ തിരക്കാണ്. പനി, ജലദോഷം, തൊണ്ടവേദന, ചുമ, തലവേദന എന്നിവ ബാധിച്ചാണ് പലരും ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത്. പല സ്കൂളുകളിലും രോഗബാധ വ്യാപിച്ചതിനാൽ കുട്ടികളുടെ അഭാവവുമുണ്ട്. കുട്ടികൾ, പ്രായമായവർ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഗർഭിണികൾ, ജീവിതശൈലി രോഗബാധിതർ, പ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർക്ക് പകർച്ചപ്പനിയും അനുബന്ധ രോഗങ്ങളും ബാധിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതെന്നും അവർ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നും സൗദി ആരോഗ്യ മന്ത്രാലയ അധികൃതർ ആവശ്യപ്പെട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.